13,639 റെയ്ഡുകൾ മാർച്ച് മാസം നടത്തി എന്നുള്ളതാണ് കണക്ക്. അതിൽ തന്നെ 1316 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നീക്കം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നടക്കുക. ഇപ്പോൾ ഞങ്ങളുടെ കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഒരു ലഹരി വിപണനത്തിനിടെ പിടിച്ച പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പോയത് പഞ്ചാബിലേക്കാണ്. പഞ്ചാബിലെ ലവ്ലി കോളേജിൽ പോയി 2 പ്രതികളെ പിടിച്ചുകൊണ്ട് കൊണ്ടുവരിക. അത് ടാൻസാനിയക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ലവ്ലി കോളേജിൽ പഞ്ചാബിൽ പഠിക്കുകയാണ്. അവിടെ നിന്ന് ഇവിടേക്ക് ബാംഗ്ലൂരേക്ക് ലഹരി വരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്ത് നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന, നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ലഹരിയുടെ ഒരു പ്രധാന പങ്കും അതാണ്. ഒരു 90% അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ പ്രതികളെ പിടിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ കൺവിക്ഷൻ റേറ്റ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് 35 വർഷം മറ്റുമാണ് പ്രതിക്ക് ശിക്ഷ കിട്ടുന്നത്. 98-99% ശിക്ഷ ലഭിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പോലീസിൻ്റെ ഇടപെടൽ പോകുന്നുണ്ട്. അത്ര കാര്യക്ഷമമായി ഈ അന്വേഷണം നടത്തുകയും പ്രതികളെ പിടിക്കുകയും ആ പ്രതികളെ ശിക്ഷിക്കുന്നതിനാവശ്യമായ തെളിവുകളെല്ലാം സമാഹരിച്ച് കൊടുത്ത് അന്വേഷണം വളരെ ഫലപ്രദമായി പോകുന്ന ഒരു കാഴ്ച, ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ സിനിമാ നടന്മാരാണോ അല്ല ഏതെങ്കിലും പ്രഗത്ഭരാണോ എന്നൊന്നും നോക്കുന്നില്ല, മുഖം നോക്കാത്ത നടപടി സ്വീകരിക്കുന്നു എന്ന് ഇപ്പോൾ ഈ പറയുന്ന സിനിമാ നടൻ്റെ അറസ്റ്റിലോടുകൂടി നമുക്ക് മനസ്സിലായി. ഇപ്പോൾ പോലീസ് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇപ്പോൾ ചിലർ ചോദിക്കുന്ന എന്തിനായി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ വിട്ടയച്ചു, അതിനോട് എന്ത് കാര്യമാണ്? ഇപ്പോൾ നേരത്തെ സാർ അത് വളരെ കൃത്യമായി പോലീസിന് ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഈ NDPS ആക്ട് ഉണ്ട് നമ്മുടെ മുമ്പിൽ. ആക്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ കേസും ചാർജ് ചെയ്യുക. അതിൻ്റെ ഓരോ രീതികളൊക്കെ അങ്ങനെയാണ്. അത് നമുക്കറിയാം, നിയമവിദഗ്ധരൊക്കെ അത് വളരെ കൃത്യമായി പറയുന്നതാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് ലഹരി ഉപയോഗിക്കുന്ന ആളാണോ അല്ലേ എന്നൊക്കെ എങ്ങനെ തെളിയിക്കേണ്ടതുണ്ട്? എല്ലാ തെളിവുകളും വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ലഹരി ഉപയോഗത്തിൻ്റെ അളവുകളും ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെയൊക്കെ ശാസ്ത്രീയമായ തെളിവുകളോട് കൂടിയുള്ള ഒരു കണ്ടെത്തലാണ് ആവശ്യം. അതിനുവേണ്ടി പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്.